നമസ്കാരം. ട്രെൻഡിംഗ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ഉദ്ഘാടന ചടങ്ങിനിടെ വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗണഗീതം പാടിപ്പിച്ചതിൽ വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. സംഭവം അതീവ ഗൌരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്ന് ശിവൻകുട്ടി. ഗണഗീതം പാടിയതിൽ തെറ്റില്ലെന്ന കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. തീവ്രവാദ ഗാനമൊന്നുമല്ലല്ലോ ചൊല്ലിയതെന്ന് സുരേഷ് ഗോപി. നാടിനെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ്. കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ സംസ്കൃത വിഭാഗം മേധാവിക്കെതിരെ കേസ്. രജകുമാരി ജാതി അധിക്ഷേപം നടത്തിയതായും തീസിസിൽ ഒപ്പിട്ടില്ലെന്നും വിദ്യാർത്ഥിയുടെ പരാതി നൽകിയത് SFI നേതാവും ഗവേഷകനുമായ വിപിൻ വിജയൻ. അധ്യാപികയ്ക്കെതിരെ കേസെടുത്തത് SC/ST നിയമപ്രകാരം. പാലക്കാട് ചിറ്റൂർ റോഡിൽ കാട്ടുപന്നി കുറുകെ ചാടി നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് 3 യുവാക്കൾക്ക് ദാരുണാന്ത്യം. 3 പേർക്ക് പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ വാഹനം തകർന്നു. അപകടത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് വനമന്ത്രി കെ ശശീന്ദ്രൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന രോഗി മരിച്ചതിൽ ചികിത്സാ പിഴവില്ലെന്ന് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടെന്നും പ്രോട്ടോകോൾ അനുസരിച്ച് ചികിത്സ നൽകിയെന്നും പ്രാഥമിക അന്വേഷണ വിലയിരുത്തൽ. അന്തിമ റിപ്പോർട്ട് നാളെ ആരോഗ്യമന്ത്രിക്ക് കൈമാറും. ഡോക്ടർ ഹാരിസ് ചെറുക്കലിന്റെ പ്രതികരണത്തിൽ വിശദീകരണം ചോദിക്കാനും സാധ്യത. ആരോഗ്യമേഖല വെന്റിലേറ്ററിലെന്ന് ആവർത്തിച്ച പ്രതിപക്ഷ നേതാവ്. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ഉദ്ഘാടന ചടങ്ങിനിടെ വിദ്യാർത്ഥികൾ RSS ഗണഗീതം പാടിയ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അതേസമയം കുട്ടികൾ ഗണഗീതം പാടിയതിൽ തെറ്റില്ലെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. തീവ്രവാദ ഗാനമൊന്നുമല്ലല്ലോ ചൊല്ലിയതെന്നായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. നാടിനെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ്സിലാണ് ഇതിന്റെ സർവീസ് ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ഗണഗീതം പാടിയത്. അത് വലിയ രീതിയിലൊക്കെ തന്നെയാണ് വിവാദമായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. ഇതിൽ മറ്റുള്ളവർക്ക് പങ്കുണ്ടോ, അല്ലെങ്കിൽ അധ്യാപകർക്കടക്കം ഇക്കാര്യത്തിൽ പങ്കുണ്ടോ മുതലായ കാര്യങ്ങളൊക്കെ തന്നെ അവർ പ്രധാനമായിട്ടും ചോദിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ അന്വേഷണത്തിന് അദ്ദേഹം ഉത്തരവിട്ടതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതേസമയം കുട്ടികൾ ഗണഗീതം പാടിയതിൽ തെറ്റില്ലെന്നാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ ഗണഗീതത്തിന്റെ ഓരോ വരിയെടുത്ത് കൃത്യമായിട്ട് വിശദീകരണമൊക്കെ നടത്തുകയുണ്ടായി. അതേസമയം തീവ്രവാദ ഗാനമൊന്നുമല്ലല്ലോ പാടിയതെന്നായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, മുൻപ് പലതവണയും ഇതുപോലെ സ്കൂളുകളിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വിവാദമായൊരു സംഭവമായിരുന്നു സ്കൂൾ അസംബ്ലിയിൽ കുട്ടികൾ ഗണഗീതം പാടുന്നത്. അത് വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധയൊക്കെ നേടിയിരുന്നു. അതൊക്കെ അന്ന് വിവാദമായ സംഭവങ്ങളായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് അറിയില്ലായിരുന്നു എന്നൊരു കാരണം പറഞ്ഞായിരുന്നു സ്കൂളിൽ ഈ ഒരു വിഷയത്തിൽ കൈയൊഴിഞ്ഞത്. പക്ഷേ ഇതെങ്ങനെ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഒഴിയാൻ സാധിക്കുമെന്നൊരു ചോദ്യം നിലനിൽക്കുകയാണ്. സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം ഉണ്ടായിരിക്കുന്നത്. സ്കൂൾ പ്രഥമ അധ്യാപകനാണ് ഇപ്പോൾ ഇതിൽ പ്രതികരണം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇക്കാര്യത്തിൽ മന്ത്രിയുടെ നടപടി അത് വളരെ അപലപനീയമാണ് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സ്കൂളിന് തെറ്റില്ല മുതലായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു എങ്ങനെയൊക്കെ പോകും, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ്, മലപ്പുറത്തെ സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് അവർ അബദ്ധം പറ്റിയതാണെന്ന് സമ്മതിക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചതിലൊക്കെ തന്നെ സ്കൂൾ അതിൻ്റെ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. എളമക്കര സരസ്വതി വിദ്യാനികേതൻ സ്കൂളാണ് രംഗത്തെത്തിയിരിക്കുന്നത്. അന്വേഷണം പ്രഖ്യാപിച്ചുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ നീക്കം അപലപനീയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ശ്രീ അഡ്വക്കേറ്റ് വസന്ത് സിറിയെ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വസന്ത്, ഗണഗീതം പാടിയ സംഭവം ഇതാദ്യമൊന്നുമല്ല. നമ്മൾ കണ്ടതാണ് മലപ്പുറത്ത് കഴിഞ്ഞ പ്രാവശ്യം അസംബ്ലിക്കിടയിൽ കുട്ടികൾ ഗണഗീതം പാടുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും പ്രധാനമായിട്ടും അന്ന് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഒരു ചർച്ചയായിരുന്ന കാര്യം സ്കൂളുകളിൽ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ടീച്ചർമാർ ഇത് ശ്രദ്ധിക്കാഞ്ഞത് മുതലായ കാര്യങ്ങളാണ്. പക്ഷേ അത് വീണ്ടും ഇത് ആവർത്തിക്കുകയാണ്. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ്സിലാണ് വീണ്ടും ഇത് ഉണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗണഗീതം പാടി
പാടിയിരിക്കുകയാണ്. കുട്ടികൾ ഇപ്പോൾ അബദ്ധത്തിൽ കണ്ട് അല്ലെങ്കിൽ എടുത്ത് പാടി, നമുക്ക് മലപ്പുറത്തെ സംഭവത്തിൽ അങ്ങനെയായിരുന്നു. വിദ്യാഭ്യാസം ഇതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ പ്രവർത്തകരും അതേപോലെ അധ്യാപകരും ഒക്കെ പറഞ്ഞിരുന്ന കാര്യം ഇതായിരുന്നു: അബദ്ധത്തിൽ കുട്ടികൾ യൂട്യൂബിൽ കണ്ടെടുത്ത് പാടിയതാണ് എന്ന്. പക്ഷേ അതവിടെ തിരുത്താൻ ആരും ഉണ്ടായില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ വീണ്ടും അത് തന്നെയാണ് ആവർത്തിച്ചിരിക്കുന്നത്. ഈ സ്കൂളിന്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം, അവർ പറഞ്ഞിരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ സ്കൂളിനെതിരെ നടപടി വേണമെന്നുള്ള പറഞ്ഞിരിക്കുന്ന ആ ഒരു വാക്കൊക്കെ വളരെ അപലപനീയമാണെന്നാണ്. ഇപ്പോഴും സ്കൂൾ ആ ഒരു ധാർഷ്ട്യത്തിൽ തന്നെ നിൽക്കുകയാണ്. കൃത്യമായൊരു പങ്ക് സ്കൂൾ അധികൃതർക്കും ഉണ്ട് എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ. നമുക്ക് വിദ്യാഭ്യാസ മേഖലയിലും പോലീസിലും RSS കടന്നു കയറുകയാണ് എന്ന് എത്രയോ കാലങ്ങളായി നമ്മൾ പറയുന്നതാണ്. സംഘവൽക്കരണം, കാവ്യവൽക്കരണം അത് വിദ്യാഭ്യാസ മേഖലയിലും കേരളത്തിൽ പ്രത്യേകിച്ച് പോലീസിലുമുണ്ട് എന്ന് ആദ്യം പറഞ്ഞ CPIയുടെ നേതാവ് ആനി രാജയാണ്. അന്ന് ഈ സർക്കാർ ഇതിനെ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, സർക്കാരിന് ഒരു മൗനാനുവാദമുണ്ട്. അങ്ങ് നോക്കൂ, 2017 RSS നേതാവ് നേരിട്ട് വന്ന് കേരളത്തിലെ ഒരു സ്കൂളിൽ, പാലക്കാട്, സ്വാതന്ത്ര്യദിനാഘോഷത്തിന് കൊടി ഉയർത്തിയിട്ട് പോകുന്നത്. സൗത്ത് ഇന്ത്യയിൽ സാധിക്കുമോ? അല്ലെങ്കിൽ പ്രോട്ടോകോളുകൾ അനുസരിച്ച് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുമോ? നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും സാധിക്കും? BJP ഭരിക്കുന്നോടത്ത് സാധിക്കാത്തത് കേരളത്തിൽ സാധിച്ചിരുന്നു. അന്ന് തന്നെ നമ്മൾ വിമർശനം ഉന്നയിച്ചാണ്. അന്ന് അയ്യോ അത് അറിഞ്ഞില്ല, അത് ഇന്ന നിയന്ത്രണമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറയുമെങ്കിലും വളരെ സൈലന്റായി, വളരെ ന്യൂട്രലായി ഇതിനെ അങ്ങ് സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് ജനറലൈസ് ചെയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇപ്പോൾ എടുത്തിയതുകൊണ്ടും കേരളത്തിന്റെ മതേതര മനസാക്ഷി അതിനെ ചോദ്യം ചെയ്യുന്നത് കൊണ്ടുമാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നത്. ഇല്ലായിരുന്നെങ്കിൽ എന്താണ് ഉണ്ടാവുക? ഇപ്പൊ സ്കൂൾ അധികൃതർ മാത്രമല്ലല്ലോ, അധ്യാപികയുടെ മുമ്പിൽ വെച്ചല്ലേ ഇത് പാടുന്നത്. അത് ഇന്ത്യൻ റെയിൽവേ അവരുടെ എക്സിലടക്കം ഷെയർ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായല്ലോ. അപ്പോ RSSന്റെ ഗണഗീതം ദേശഭക്തഗാനമാണ് എന്ന കണക്കിന് ജനറലൈസ് ചെയ്യാനുള്ള ശ്രമങ്ങളെയും നോർത്ത് ഇന്ത്യയെക്കാളും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് കേരളമായി മാറുകയാണ്. എന്തുകൊണ്ടാണത്? അങ്ങനെ കേരളത്തിൽ അത് പോസിബിൾ ആവുന്നത് ഇവിടെ നല്ലൊരു സർക്കാരില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതിന് കൃത്യമായ നടപടികൾ ഇതിനു മുമ്പ് അങ്ങ് സൂചിപ്പിച്ച വ്യത്യസ്ത സ്ഥലങ്ങളുണ്ടല്ലോ. ഇപ്പം മലപ്പുറം ആവട്ടെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പാലക്കാടാവട്ടെ, അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളാവട്ടെ, ഇവിടെയൊക്കെ കൃത്യമായ ആക്ഷൻ ഉണ്ടാവാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്താലും കുഴപ്പമില്ല കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് എന്നത് കൃത്യമായി കൺവേ ചെയ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന്. അതുകൊണ്ടാണ് ദത്താത്രേയ ഹോസ്പിറ്റലിലെ രാത്രി തലയിൽ മുണ്ടിട്ട് കാണാൻ പോയ ഏതെങ്കിലും ഒരു പോലീസ് ഉപമേധാവി ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ? ഇല്ലല്ലോ. ഏത് രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു മാറ്റി അവിടെ മനുസ്മൃതി കൊണ്ടുവന്ന് വെക്കണം എന്ന് പറഞ്ഞാൽ ദത്താത്രേയ ഹോസ്പിറ്റലാണ്. RSSന്റെ ദേശീയ വൈസ് ക്യാപ്റ്റനാണ്. അയാളെ കാണാൻ പോയ ഏതെങ്കിലും ഒരു പോലീസ് ഉപമേധാവി ഈ ലോകത്ത്, ഈ രാജ്യത്ത് വേറൊരു പോലീസ് സർക്കാരിന്റെ കീഴിലും ഇല്ല. അപ്പോ RSSുമായി ഞങ്ങൾ പാലം ഉണ്ടാക്കുമെന്നും ആ പാലം അവർക്ക് അനുകൂലമായി വിദ്യാഭ്യാസ മേഖലയിൽ ഇൻജക്ട് ചെയ്യുമെന്നും പെൻട്രോൾ ചെയ്യുമെന്നും സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ V ശിവൻകുട്ടി വലിയ വായിൽ വിടുവായത്വവും വർത്താനവും വെല്ലുവിളിയൊക്കെ നടത്തുന്നു എന്നതിനപ്പുറത്ത് അത് പിണറായി വിജയനും RSSുമായി നടത്തിയിരിക്കുന്ന ഒരു സെറ്റിൽമെന്റിന്റെ ഭാഗമാണ്. അവർ തമ്മിൽ നടത്തി വന്നിരിക്കുന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ്. ആ തീരുമാനത്തെ എതിർക്കാനോ അല്ലെങ്കിൽ അത് നടപ്പിലാക്കാതിരിക്കാനോ അല്ലെങ്കിൽ ഒരു ഗോഗോവിളിക്ക് അപ്പുറത്തേക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കാനോ ശിവൻകുട്ടിക്ക് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശിവൻകുട്ടി ഒരു പപ്പറ്റാണ്. അദ്ദേഹം ആ വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്ന ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കുകയും ഓടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ഓടിക്കളിക്കുകയും ചെയ്യേണ്ടി വരുന്ന വെറും ഒരു പപ്പറ്റ് മാത്രമാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ ഈ ഗണഗീതം പാടിയതുമായി ബന്ധപ്പെട്ട് BJP നേതാക്കളുടെ ഒരു പ്രതികരണം. അത് എന്താണ്? നമുക്കറിയാം, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അടക്കം ആ ഓരോ വരികൾ എടുത്ത് പറഞ്ഞിട്ടാണ് ഇതിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നത്. പ്രധാനമായിട്ടും ഈ കുട്ടികൾ അറിയാതെ പാടിയതാണെങ്കിൽ പോലും, അങ്ങനെ നമ്മളങ്ങ് വിചാരിക്കുകയാണ് അറിയാതെ പാടിയതായിക്കോട്ടെ, ഓക്കെ, പക്ഷേ അത് പ്രചരിപ്പിക്കുന്ന രീതിയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. കാരണം അന്ന് മലപ്പുറത്തെ വിദ്യാർത്ഥികളൊക്കെ പാട്ട് പാടിയപ്പോൾ തട്ടം ധരിച്ചിരുന്ന വിദ്യാർത്ഥികളൊക്കെ തന്നെയാണ് ഈ ഗണഗീതം പാടിയത്. അപ്പോൾ അന്ന് അത് വലിയ രീതിയിൽ BJPയുടെ സൈബർ ഹാൻഡിലുകളിലൊക്കെ തന്നെ വലിയ രീതിയിലാണ് ഇത് വിവാദം. നോക്കൂ, ഇത് ആരാണ് പാടുന്നത്, നോക്കൂ, അങ്ങനെ ഒരു രീതിയിലൊക്കെയാണ് ഇതിന്റെ ഒരു പറയുന്നത്. അല്ലെങ്കിൽ ഇത് ആളുകളിലേക്ക് എത്തിക്കുന്ന ആ ഒരു പബ്ലിസിറ്റി ഒക്കെ മറ്റു രീതിയിലാണ് പോയിരിക്കുന്നത്. അതാണ് ഇതിലെ ഏറ്റവും വലിയ എന്താണ് ഒരു ഗൂഢ നീക്കം എന്ന് പറയുന്നത് ഇതാണ്. തീർച്ചയായും. മാത്രമല്ല, നോക്കൂ, ഞാൻ പറയുന്നത് ഈ RSSന് ഗണഗീതത്തിന് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ, രാജ്യത്ത് മഹാത്മാഗാന്ധി കൊല ചെയ്യപ്പെടുമ്പോൾ, രാഷ്ട്രപിതാവ് കൊല ചെയ്യപ്പെടുമ്പോൾ അതിനകത്ത് 7ാം പ്രതി ചേർക്കപ്പെട്ട ആളുടെ പ്രസ്ഥാനമാണിത്. 1ാം പ്രതി എന്ന് സംശയിക്കുന്ന ആൾക്ക് ബന്ധമുണ്ട് പോലീസ് കണ്ടെത്തിയ പ്രസ്ഥാനമാണ് RSS.
ആ പ്രസ്ഥാനത്തിന്റെ പാട്ട് പാടുന്നു എന്ന് പറയുമ്പോൾ ഇപ്പൊ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടല്ലോ, മലപ്പുറത്ത് എങ്ങനെയാണ് ഈ പാട്ട് വരുന്നത്, മലപ്പുറത്തെ കുട്ടികൾ എങ്ങനെയാണ് ഈ പാട്ട് മനസ്സിലാക്കുന്നത്, അവർ പഠിച്ചത് എന്ന് ചോദിച്ചാൽ അത് ഈ വിദ്യാഭ്യാസ സംവിധാനത്തിലൂടെ പെൻട്രേറ്റ് ചെയ്യപ്പെടുകയാണെന്നേ. മനസ്സിലായോ? അവരറിയുന്നില്ല ഇത് RSSന്റെ ഗണഗീതമാണെന്നോ അല്ലെങ്കിൽ മറ്റാണെന്നോ അവരറിയുന്നില്ല. അറിയാതെ ആയിരിക്കും ചിലപ്പോൾ പഠിക്കുന്നത്. ഇതാണ് ദേശഭക്തി ഗാനം എന്ന് പറഞ്ഞ് അവിടുത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിലൂടെ ഇത് പെൻട്രേറ്റ് ചെയ്ത് പഠിപ്പിക്കുകയാണ്. അപ്പൊ നാളെ വേറെ ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും ഇത് പാടാം. അവര് തെറ്റിദ്ധരിക്കപ്പെടാനുള്ളൊരു സാഹചര്യമുണ്ട്. രണ്ട്, ഇന്ന് ഇന്ത്യൻ റെയിൽവേ ആവട്ടെ, കഴിഞ്ഞ ഈ മലപ്പുറത്തെ വിഷയത്തിൽ അന്ന് ഷെയർ ചെയ്യപ്പെട്ട എനിക്ക് ജ്യോതിരാദിത്യ സിന്ധ്യ അടക്കമുള്ള BJPയുടെ ഒരു ദേശീയ നേതൃത്വം മുഴുവൻ അന്ന് ഷെയർ ചെയ്തിരുന്നു. അവരടക്കമുള്ളവർ ആവട്ടെ ഇത് ദേശഭക്തി ഗാനമാണ് എന്നാണ് പ്രചരിപ്പിക്കുന്നത്. RSSന്റെ ഗണഗീതം എന്നല്ല, ഇത് ദേശഭക്തി ഗാനമാണ്, ഇതാണ് ദേശഭക്തി ഗാനം എന്നവർ അവതരിപ്പിക്കുകയാണ്. അതായത് ഗാന്ധി ഈ പറയുന്ന നമ്മുടെ പാർലമെന്റിന്റെ ഗാലറിയിൽ ഗാന്ധിക്ക് പിന്തിരിഞ്ഞുകൊണ്ട് സവർക്കറെ വന്ദിക്കുന്ന പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടു. അതും ന്യൂട്രലൈസ് ചെയ്യാണ്, അതും ജനറലൈസ് ആണ്. സവർക്കർ ആരാധിക്കപ്പെടേണ്ടവനാണ് എന്ന് ചിന്തിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മളുള്ളത്. അപ്പൊ സ്വാഭാവികമായും ഇന്ത്യൻ ദേശീയ ഗാനങ്ങൾ, ഇന്ത്യൻ ദേശഭക്തി ഗാനങ്ങളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് RSSന്റെ ഗണഗീതമാണ് ശരി എന്ന് പഠിപ്പിക്കുന്ന രീതിയാണ് ഉണ്ടാവുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് അവിടെ ഒരു ഡിഫൻസ് ഉണ്ടാക്കേണ്ടതാരാണ്? അവിടെ അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, ആയുധമായി ബന്ധപ്പെട്ട ഡിഫൻസ് ടേക്കപ്പ് ചെയ്യേണ്ടത് ആരാണ്? അത് ഇവിടുത്തെ വിദ്യാഭ്യാസ സംവിധാനമല്ലേ. ആ വിദ്യാഭ്യാസ സംവിധാനം ഇത് പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടി, ഇത് കുട്ടികളിലേക്ക് ഒളിച്ചു കടത്താൻ വേണ്ടി, മാസ്ക് ഇട്ട് കള്ളക്കടത്ത് നടത്താൻ വേണ്ടി കൂട്ടുനിന്ന് കൊടുക്കുകയാണ് ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാർ. അതുകൊണ്ട് സ്വാഭാവികമായി ആ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാവണം, ശക്തമായ നടപടി ഉണ്ടാവണം. ഇനിയെങ്കിലും അത് ഉണ്ടായില്ലെങ്കിൽ നാളുകളിൽ ഇത് ജനറലൈസ് ചെയ്യപ്പെടും, നിസാരവൽക്കരിക്കപ്പെടും, സാമാന്യവൽക്കരിക്കപ്പെടും. അന്ന് നോക്കി നിൽക്കാൻ മാത്രമേ നമുക്ക്. ശരി, വളരെ നന്ദിയുണ്ട് ശ്രീ അഡ്വക്കേറ്റ് വസന്ത് സിറേഖി അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ CPM-ൽ നിന്ന് അഡ്വക്കേറ്റ് K. അനിൽകുമാർ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, RSSന്റെ ഗണഗീതം കഴിഞ്ഞ കുറച്ച് നാളുകളാക്കിയിട്ട് തന്നെ ഇത് വലിയ രീതിയിലുള്ളൊരു വിമർശനങ്ങൾക്കൊക്കെ വഴിവെച്ചിരുന്നു. കുട്ടികൾ ഇത് പാടുന്നത് സംബന്ധിച്ചാണ്. കുട്ടികൾ ഇപ്പോൾ അബദ്ധത്തിൽ പാടിക്കഴിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ ഇത് അവരുടെ സമൂഹ മാധ്യമങ്ങളിലടക്കം മറ്റ് രീതികളിലൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത്. അതാണ് ഇതിലെ ഏറ്റവും വലിയ ആശങ്കയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. ഏതായാലും എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ്സിലെ ഈ ഒരു ഗണഗീതം പാടിയതുമായി ബന്ധപ്പെട്ട് നടപടിയിലേക്ക് വിദ്യാഭ്യാസ മന്ത്രി കടന്നിരിക്കുകയാണ്. പക്ഷേ ഇത് ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇത് ഒരു ദേശഭക്തി ഗാനമായിട്ട് കണ്ടാൽ മതി മുതലായ രീതിയിലാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു പ്രതികരണവും പ്രചരിപ്പിക്കുന്നതും. എങ്ങനെയാണ് അങ്ങനെ നോക്കിക്കാണുന്നത്? നമ്മുടെ രാജ്യം വിദേശ സാമ്രാജ്യത്തിനെതിരായി ചരിത്രപരമായ തീവ്രയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ യുദ്ധത്തിൽ പങ്കെടുക്കുകയോ ദേശഭക്തി പ്രകടിപ്പിക്കുകയോ ചെയ്തൊരു പ്രസ്ഥാനമല്ല RSS. സ്വാതന്ത്ര്യാനന്തര കാലത്താണ് അവര് ഇന്നത്തെ ഇന്ത്യയല്ല യഥാർത്ഥ ഭാരതമെന്നും അഖണ്ഡ ഭാരതമെന്ന ഒരു സങ്കല്പം വേറെ ഉണ്ടെന്നും അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ലോകാധിപത്യം നേടുന്നത് ഭരണകൂടത്തിന്റെ സംവിധാനം ഹിന്ദു മതത്തെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു മതരാഷ്ട്രം ഉണ്ടാക്കണം എന്ന വാദം ഉന്നയിച്ചും കടന്നു വരികയാണ്. ആ ഭാരതാംബയെ പൂജിക്കുക, ഇന്നത്തെ ഭരണഘടനയെ പൂജിക്കുകയല്ല, ഇന്നത്തെ ഭരണഘടന പ്രകാരം നമ്മുടെ കൈവശമുള്ള ഭാരതത്തെ പൂജിക്കുകയല്ല, മറ്റൊരു ഭാരതത്തെ നിർമ്മിക്കുക, മറ്റൊരു ഭാരതത്തെ പൂജിക്കുക, മറ്റൊരു ഭാരതത്തിലെ മതരാഷ്ട്രത്തിന്റെ ആധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുക എന്ന രാഷ്ട്രീയമാണ് RSS മുന്നോട്ട് പോകുന്നത്. RSSകാർ ഒരു മാനേജ്മെന്റായി പ്രവർത്തിക്കുന്ന വെള്ളമേശ്വര സ്കൂളിലെ കുട്ടികളാണ് ഇത് ചൊല്ലിയത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത് സംബന്ധിച്ചുള്ള ചർച്ച ആവശ്യമായി. രണ്ട്, പൊതുമണ്ഡലത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ കടത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളത് വളരെ വളരെ നിന്ദ്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഒരു സംവിധാനത്തോടും നിയമ സംവിധാനത്തോടും ബഹുമാനമില്ലാത്ത, ബന്ധമില്ലാത്ത, രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തൊരു സംഘടനയാണ് RSS. അവർ യഥാർത്ഥത്തിൽ രാഷ്ട്രത്തിന് മേലെ കടന്നാക്രമണം നടത്തി ഒളിയുദ്ധം നടത്തിക്കൊണ്ട് ഒളിച്ചും പാർത്തും വന്ന് പ്രധാനമന്ത്രി സ്ഥാനം, പ്രസിഡന്റ് സ്ഥാനം, ഗവർണർ സ്ഥാനം, കേന്ദ്രമന്ത്രി സ്ഥാനം, മുഖ്യമന്ത്രി സ്ഥാനം തുടങ്ങി നിരവധി സ്ഥാനങ്ങൾ തട്ടിയെടുത്ത് കഴിഞ്ഞു. അങ്ങനെ എല്ലാ മേഖലയിലും ഒളിച്ചു കിടത്താൻ തങ്ങളുടെ രാഷ്ട്രീയ യുക്തിയാക്കി മാറ്റിയിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ വന്ദേ ഭാരത് വാഹനത്തിന്റെ ഈ ഘട്ടത്തിലും ഒളിച്ചു കിടത്താൻ വിട്ടുകിടക്കുന്നത്. യഥാർത്ഥത്തിൽ വന്ദേ ഭാരതിലെ ജ്യോതിഷാർ ഇപ്പൊ കാവ്യ അണിയും നമ്മൾ കാണാം. വന്ദേ ഭാരതിൽ തന്നെ കാവ്യ കണ്ടം ഇപ്പൊ അണിയിച്ചു കഴിഞ്ഞു. ഇതെല്ലാം ഇവിടെ സംഭവിച്ചിരിക്കുക. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഇതിനെതിരായി ഒരുമിച്ച് പോരടിക്കേണ്ടത്. കേരള സർക്കാർ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടുണ്ട്. പക്ഷെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇത്തരം മതശക്തികളുടെ നിയന്ത്രണത്തിലാവുന്നത് എത്രത്തോളം അപകടകരമാണ് എന്നതും പ്രധാനമാണ്.
ശ്രീ അനിൽകുമാർ, അതുപോലെ തന്നെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടായിരിക്കുകയാണ്. അവർ ഈ വിദ്യാഭ്യാസ മന്ത്രി എടുത്തിരിക്കുന്ന നടപടിയൊക്കെ അപലപനീയം എന്നാണ് പറയുന്നത്. അതിലെന്താണ് തെറ്റ് മുതലായ കാര്യങ്ങളാണ് ആ വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതും അതുപോലെ തന്നെ ആശങ്കയുണ്ടാക്കുന്നത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഈ RSS ഗണഗീതം പാടിയതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഒരു പ്രതികരണമാണ്. അത് എത്രത്തോളം ഗൗരവകരമാണ്? ഇവിടെ തന്നെ മോഹൻ ഭഗവത് അടക്കം പങ്കെടുക്കുകയും RSSന്റെ പല പരിപാടികളും നടത്തുകയും ചെയ്യുന്ന വിദ്യാലയമാണിത്. ഇത് കൊച്ചിയിലെ RSSന്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇടമായിട്ട് അസംബന്ധിച്ച കുറെ കാലമായി. RSSന്റെ ശാഖയിൽ പോകുന്ന കുട്ടികളുടെ ദുരന്തമാണ്, അവരനുഭവിക്കുന്ന ലൈംഗിക ചൂഷണമാണ്. അനന്തം എന്ന് പറയുന്ന ഒരു കുട്ടി വെളിപ്പെടുത്തിയത്, അയാൾ ആത്മഹത്യ ചെയ്തു. ഇപ്പൊ തന്നെ RSS വിദ്യാലയങ്ങളിൽ കുട്ടികളെ വിടുന്നത് സുരക്ഷിതമാണോ എന്നത് ഈ രക്ഷിതാക്കൾ പരിശോധിക്കണം. ഇത്തരം മാനേജ്മെന്റുകളുടെ ഈ പക്ഷപാതപരമായ സമീപനത്തിന് മുന്നിൽ നിന്നുകൊണ്ട് അനിൽകുമാർ അവസരത്തിൽ പ്രതികരിച്ചതിന് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇതിൽ കർശനമായ ഒരു നടപടി അതുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. പ്രധാനമായിട്ടും ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ സർവീസ് ഉദ്ഘാടന ചടങ്ങിൽ വിദ്യാർത്ഥികൾ RSS ഗണഗീതം പാടിയത്. ഇത് വലിയ രീതിയിലൊക്കെ തന്നെ വിമർശനത്തിന് വഴിവെച്ചിരുന്നു. ഇതിന് ശേഷം തന്നെ അവരവിടുത്തെ പോസ്റ്റിൽ നിന്നൊക്കെ തന്നെ റിമൂവ് ചെയ്യുകയുണ്ടായി. പക്ഷേ പിന്നീട് സ്കൂളിന്റെ ഭാഗത്ത് എന്നുള്ളൊരു വിശദീകരണത്തിന് ശേഷമാണ് ഇത് റീപോസ്റ്റ് ചെയ്തതെന്ന് ഇപ്പോൾ സ്കൂൾ പ്രിൻസിപ്പൽ അടക്കം പറയുന്നുണ്ട്. ഏതായാലും എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ഉദ്ഘാടന ചടങ്ങിനിടെയാണ് വലിയൊരു വിവാദമുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ BJP നിന്ന് അഡ്വക്കേറ്റ് JR പത്മകുമാർ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പത്മകുമാർ, എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസിന്റെ ഈ ഉദ്ഘാടന ചടങ്ങിലാണ് വിദ്യാർത്ഥികൾ RSS ഗണഗീതം പാടിയത്. വലിയ രീതിയിലാണ് ഇത് വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മലപ്പുറത്തെ സ്കൂളിൽ നമ്മൾ കണ്ടതാണ്. അതൊക്കെ വലിയ രീതിയിൽ വിമർശനത്തിന് വഴിവെച്ചിരുന്നതാണ്. ഇതൊരു വിവാദമാക്കേണ്ട ഒരു ആവശ്യം അതുണ്ടോ? ഒരു വിവാദമാക്കേണ്ടത് ആവശ്യമില്ല, പക്ഷെ ചിലർക്ക് അത് വിവാദമാക്കേണ്ടത് ആവശ്യമാണ്. ഇത് താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഉദ്ഘാടന ചടങ്ങിലല്ല, ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആ കുട്ടികൾ പാടിയ പാട്ടാണ്. ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായിട്ട് അവിടെ ഇങ്ങനെ ഒരു പാട്ട് പാടിച്ചതോ ഗണഗീതം പാടിച്ചതോ അല്ലെങ്കിൽ വേറെ പാട്ട് പാടിച്ചതോ അല്ല. അത് ഉദ്ഘാടനം നടത്തിയതിനു ശേഷം അതില് പല ആളുകൾ, സ്കൂൾ വിദ്യാർത്ഥികൾ, പല സമൂഹത്തിലെ പല ആളുകളെയും അതിൽ യാത്ര ചെയ്യാൻ ക്ഷണിച്ചിരുന്നു. ആ യാത്രയ്ക്കിടയിൽ അവരുടെ ഉല്ലാസത്തിന് വേണ്ടിയിട്ട് അവർ പാടിയൊരു പാട്ടാണ്, അവരുടെ താല്പര്യത്തിനനുസരിച്ച് പാട്ടാണ്. അതിൽ വിവാദമാക്കേണ്ട യാതൊരു കാര്യമില്ല. ഇപ്പൊ KSRTC ബസ്സിൽ ആരെങ്കിലും കുറച്ച് കുട്ടികൾ കയറിയിട്ട് അവര് ഏതെങ്കിലും അവർക്കൊരു ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിയാൽ അത് ഗവൺമെന്റ് പാടിക്കുന്നതാണ് എന്നാരെങ്കിലും പറയൂ? ഇത് വെറുതെ വിവാദമാക്കുന്ന ചില ആളുകളുടെ താല്പര്യം അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുക്കുന്ന ആളുകളുടെ കയ്യടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് വരാൻ പോയാലേ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അത്രേ ഉള്ളൂ, അല്ലാതെ ഇതിലൊരു കാര്യമായി ഒന്നുമില്ല. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണത്തിൽ വിട്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിന്? ആർക്കെതിരെയാണ് അന്വേഷണം? ഇതാർക്ക് മനസ്സിലാവില്ല. എന്താണ് ആര് പാട്ട് പാടാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള പാട്ട് പാടാൻ പാടില്ലെന്നോ എന്നാണ്. പിന്നെ ഏതെങ്കിലും പാട്ട് പാടി പൊതുസമൂഹത്തിൽ കൂടി വരുമ്പോ അല്ലെങ്കിൽ പൊതു പ്ലാറ്റ്ഫോമിൽ കൂടി വരുമ്പോ അത് സമൂഹ നന്മയ്ക്കെതിരാണ് അല്ലെങ്കിൽ സമൂഹത്തിന് അറപ്പുളവാക്കുന്നതാണ്, ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിനെതിരാണ് അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെതിരാണ്, സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് പരിശോധിക്കാം. ഈ പാട്ടിനകത്ത് എന്താണ് ദേശവിരുദ്ധമായിട്ടുള്ളത് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തത് അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിനോ വിഭാഗത്തിനോ എതിരായിട്ടുള്ളത് അത് ചൂണ്ടിക്കാണിച്ചാൽ അതിനെക്കുറിച്ച് പറയാം. അല്ലാതെ ഇത് വിദ്യാർത്ഥികൾ ഇതൊന്നും പാടാൻ പാടില്ല, അവർക്കൊന്നും ദേശഭക്തി ഗാനം പാടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ട്രെയിനിൽ എത്രയോ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇത് കണ്ട്, ഒരു ഇങ്ങനെ ട്രെയിൻ കോച്ചിനകത്ത് ഇങ്ങനെ ആളുകൾ വരിയായിട്ട് നിസ്കരിക്കുന്നത്, ആളുകൾ യാത്ര ചെയ്യുന്ന ട്രെയിനിന്റെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ട്, ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്. ഇതിപ്പം ആർക്കെങ്കിലും പറയാൻ പറ്റും? നമ്മുടെ തന്നെ കേരളത്തിൽ കായംകുളത്തൊരു ചടങ്ങിൽ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്ഥാനത്തിനും കൂടി സഹായത്തോടു കൂടി ചെയ്യുന്ന ഒരു വെൽനസ് സെന്റർ ഉദ്ഘാടനം ചെയ്തപ്പോൾ അവിടെ ഇസ്ലാമിക പണ്ഡിതന്മാർ വന്നിട്ട് മതപരമായ നടപടികൾ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ചെയ്യാൻ പാടില്ല, പക്ഷെ അതും ചെയ്തിട്ടുണ്ട്. അതും നമ്മുടെ കേരളത്തിലാണ്. ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഒരു പരിപാടിയിൽ എല്ലാ മതക്കാരും പങ്കെടുക്കുന്ന പാട്ടിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെതായ പാട്ട്, ഒരു പ്രവാചകനെ പൂഴ്ത്തിക്കൊണ്ടുള്ളൊരു പാട്ട്, സ്തുതിച്ചുകൊണ്ടുള്ള പാട്ട്, ഇതൊക്കെ നമ്മുടെ കേരളത്തിലുണ്ട്. ഇതാരും അത് കാര്യമാക്കാറില്ല. ഇത് വളരെ ബോധപൂർവമായിട്ടുള്ളൊരു ശ്രമമാണ്. റെയിൽവേയുടെ
ഔദ്യോഗിക പരിപാടിയല്ല. അദ്ദേഹം ഉദ്ഘാടന ചടങ്ങ് റെയിൽവേയുടെ അല്ല, യാത്ര ചെയ്യുന്നത് പല തരത്തിലുള്ള ആളുകളാണ്. അത് ക്ഷണിക്കുന്നത് റെയിൽവേയുടെ ചുമതല. ഇന്ന ഒരു വിഭാഗത്തെ മാത്രമേ ക്ഷണിക്കാവുന്നില്ല, എല്ലാ ആളുകളെയും ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ കുട്ടികൾ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവരൊരു ദേശഭക്തി ഗാനം പാടി. അതിൽ നിയമവിരുദ്ധമായിട്ടൊന്നുമില്ല. ഇത് വിവാദമാക്കുന്നത് പ്രത്യേക താല്പര്യം വെച്ചിട്ടാണ്. എന്തിനെ കുറിച്ച് വേണമെങ്കിലും അന്വേഷണം നടത്താം, പക്ഷെ അന്വേഷണം നടത്താൻ എനിക്ക് അധികാരമുണ്ടോ എന്നുള്ളതാണ്. ഇങ്ങനെയാണെങ്കിൽ നാളെ വിചാരിക്കും നീ കേരളത്തിൽ റെയിൽവേ വേണ്ട, റെയിൽവേ ഓടിക്കാൻ പാടില്ല എന്ന് തീരുമാനം എടുത്താൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് കേരളത്തിൽ കൂടെ രേഖപ്പെടുത്തുകയാണ്. അത് ഒരു ചെറിയ രാഷ്ട്രീയമാണ്. കാരണം പ്രധാനമായിട്ടും കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ഈ മലപ്പുറത്തെ സ്കൂളിലൊക്കെ വിദ്യാർത്ഥികൾ അസംബ്ലിയിൽ ഗണഗീതം പാടിയത് വലിയ രീതിയിൽ ഒരു വിമർശനത്തിനൊക്കെ വഴിവെച്ചിരുന്നു. പക്ഷേ അത് പ്രധാനമായിട്ടും ഈ സൈബർ ഹാൻഡിലുകളിൽ അല്ലെങ്കിൽ പ്രധാനമായിട്ടും BJPയുടെ സൈബർ പേജുകളിലൊക്കെ തന്നെ ഇത് മറ്റു രീതികളിലാണ് പോകുന്നത്. അതാണ് പ്രധാന പ്രശ്നം. അല്ലാതെ കുട്ടികൾ പാട്ട് പാടിയതോ അല്ലെങ്കിൽ അതിലെ ലിറിക്സിലെ പ്രശ്നം അങ്ങനെ ഒരു കാര്യമല്ല. ദേശഭക്തി ഗാനമാണ്. BJPയുടെ സൈബർ ഹാൻഡ് അല്ലല്ലോ ഇത്. എതിർക്കുമ്പോ ഇതിൽ തെറ്റിദ്ധാരണ വരുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോ സ്വാഭാവികമായിട്ട് മറ്റുള്ളവരും അത് മറ്റു രീതിയിലാണ് പോകുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് എവരി ആക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, അത്രേ ഉള്ളൂ. അതിലൊന്നും ഒരു കാര്യമില്ല. ഈ വെറുതെ പ്രചാരണം നടത്തി ഇതിലൊന്നും ഒരു കാര്യം. ഇതിലെന്താണ് തെറ്റ്? പ്രധാന പ്രശ്നമായിട്ട് പറയുന്നത് കാരണം ഇത് സൈബർ ഹാൻഡിൽ പോകുമ്പോൾ നോക്കൂ, തട്ടമിട്ട കുട്ടി ഗണഗീതം പാടി ആ ഒരു രീതിയിലാണ് ഇത്. ഇപ്പോഴത്തെ പ്രശ്നം തട്ടമിട്ട കുട്ടി പാടുകയോ എന്നുള്ളതല്ലല്ലോ പ്രശ്നം. ഇതിപ്പോ റെയിൽവേയില് യാത്ര ചെയ്യുന്ന കുട്ടികൾ ഒരു പാട്ട് പാടി, അവർക്ക് മൗലിക ആവശ്യമില്ല, അവർക്ക് ഇഷ്ടമുള്ള പാട്ട് പാടാൻ. ഇതിന്റെ ക്യാപ്ഷനാണ് ഈ പ്രശ്നമാകുന്നത്. ഇത് മറ്റ് പേജുകളിലേക്കൊക്കെ തന്നെയും റെയിൽവേയിൽ ഇപ്പൊ നമ്മൾ റെയിൽവേയിലെ പൊതുപരിപാടി എടുക്കുന്ന സമയത്ത് എന്തെല്ലാം റെയിൽവേയിൽ അവർ ഫോട്ടോ എടുത്ത് അത് പ്രചരിപ്പിക്കും. അത് ഒഫീഷ്യൽ അവരെ നമ്മൾ എന്തെല്ലാം സംഭവങ്ങൾ ഇപ്പൊ ഒരു പരിപാടിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു പരിപാടിക്ക് പോകുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രി ഒരു പരിപാടിക്ക് പോകുമ്പോ ആ പരിപാടിയിൽ കാണുന്നതെല്ലാം അത് ചിലപ്പോൾ ഇത് ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ അത് ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിക്കും. അത് ഔദ്യോഗിക ഇതല്ല, ഔദ്യോഗിക പ്രചരണ ഭാഗമായിട്ടല്ല. അത് പരിപാടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ചിലപ്പോ എന്തെല്ലാം ഡാൻസ് ചെയ്യുന്ന ഫോട്ടോ എടുത്ത് ചിലപ്പോ TV അവരെ ഒഫീഷ്യൽ ഇതിൽ ഇട്ടെന്നിരിക്കും. അത് റെയിൽവേ അതൊരു പ്രചരണത്തിന്റെ ഭാഗമാണ്. പിന്നെ എന്താണ് ഇതിന്റെ പ്രശ്നം എന്നുള്ളതാണ് നമുക്ക് ആർക്കും മനസ്സിലാകാത്തത്. കുട്ടികൾക്ക് പാടാൻ അവകാശമില്ലേ? അപ്പൊ ഇന്ന പാട്ടേ പാടാവുള്ളെന്ന്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിന്നണം, ഇഷ്ടമുള്ളത് ധരിക്കണം, ഇഷ്ടമുള്ളത് പറയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ ഇവിടെ പ്രചരണം നടത്തുന്നത് കേരളത്തിൽ. അപ്പൊ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് പാടി, അതിലെന്താ തെറ്റ്? അത് അന്യമത വിദ്വേഷം ഉണ്ടാകാതെ ഏതെങ്കിലും സമൂഹത്തിന് വിദ്വേഷം വരുത്തുന്നുണ്ടോ? രാജ്യദ്രോഹമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അത് ആ കാര്യം ചൂണ്ടിക്കാണിക്കുക. അത് അങ്ങനെ ഉണ്ടെങ്കിൽ നടപടിയെടുക്കുക. ഇതിലെന്താണ്? നമ്മളെല്ലാവരും വിവിധ തരത്തിലുള്ള ആളുകൾ എല്ലാവരും ഒറ്റ മനസ്സായി നമ്മൾ മുന്നോട്ട് പോകും. ഭാരതാംബയെ പൂജിക്കാൻ എന്ന് പറഞ്ഞ് ഭാരതാംബയെ പൂജിപ്പിക്കാൻ തെറ്റെന്താ? ഇനി RSSകാർ പാടുന്നതാണെങ്കിൽ RSSകാർ പാടുന്ന പൊതുസമൂഹത്തിലുള്ള എന്തെല്ലാം കാര്യങ്ങൾ RSSകാർ പാടുന്നു. ഇപ്പൊ വന്ദേ മാതരം പാടുന്നു, RSSന്റെ ശാഖയിലും പാടും വന്ദേ മാതരം. അതിന് പുറത്ത് ആരെങ്കിലും പാടിയെന്ന് ചോദിച്ചാൽ അത് RSSന്റെ ശാഖയിൽ പാടുന്നുകൊണ്ട് ഇനി അത് ഇന്ത്യയിൽ വന്ദേ മാതരം നിരോധിക്കണമെന്ന് പറയാൻ പറ്റും. ഇതൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ബോധപൂർവം നടത്തുന്ന ഒരു ശ്രമമാണ്. അതൊന്നും ഇനി വില പോവില്ല. ശരി, വളരെ നന്ദിയുണ്ട് ശ്രീ പത്മകുമാർ. ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് ഏതായാലും അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോടാണ് ഇത് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംഭവം അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അതേസമയം വിശദീകരണവുമായി എളമക്കര സരസ്വതി വിദ്യാനികേതൻ സ്കൂൾ രംഗത്തെത്തി. അന്വേഷണം പ്രഖ്യാപിച്ചുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ നീക്കം അപലപനീയം എന്നാണ് സ്കൂളിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.